ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് തമ്മനം പൈപ്പ് ലൈൻ റോഡിലുള്ള തടിയൻസ് റെസ്റ്റോറൻറ്റിലാണ്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറായ ബിനിലിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഹായ് ബിനിലെ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഭയങ്കര സന്തോഷമാണല്ലോ. അതെ, സന്തോഷത്തിന് കുറവില്ല അല്ലേ? തടിയൻസ് എന്താണ് നിങ്ങൾ ഈ തടിയൻസ് എന്നുള്ള ഈ ഒരു പേരിടാൻ കാര്യം എന്താണ്? പേരാ അത് നിങ്ങൾ തടിയുള്ളതുകൊണ്ടാണോ? പൊതുവെ വണ്ണുള്ളതുകൊണ്ട് നമുക്ക് നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും ഫുഡിനോട് ഭയങ്കര ഞങ്ങൾ ജനിച്ചപ്പോ തൊട്ട് ഈ ഫുഡ് ഇൻഡസ്ട്രി ആണ്. കാരണം വീട്ടുകാരെല്ലാരും ഹോട്ടൽ അങ്ങനെ ഇതൊക്കെയാണ്. അപ്പൊ വളർന്നപ്പോ എനിക്ക് ചേട്ടനൊക്കെ പഠിക്കാനുള്ള ഒരു മൂടായിരുന്നു. എനിക്ക് ആ ഒരു താല്പര്യം നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ടാണ് അല്ലെ, കഴിക്കാനായിട്ടാണ്. അതായത് നമ്മൾ മറ്റുള്ളവരെ സൽക്കരിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. അതെ. ഫുഡൊക്കെ ഉണ്ടാക്കുമോ അല്ലേ? ഫുഡ് ഉണ്ടാക്കും. ഇവിടുത്തെ മെയിൻ ഷെഫ് നമ്മൾ തന്നെയാണ്, ബിനിൽ തന്നെയാണ് അല്ലേ? ബിനിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കണത്? ഞാൻ ബിരിയാണി ഉണ്ടാക്കും, പിന്നെ മീൽസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. ഈ തടിയൻസ് റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ? എന്തൊക്കെയാണ് സ്പെഷ്യൽ? മെയിൻ കുട്ടൻ ബിരിയാണിയാണ്. കുട്ടൻ ബിരിയാണി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മറ്റേ ക്രാവില്ലേ, ക്രാവിന്റെ അതിന്റെ ബീഫാണ്. അപ്പൊ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ആൾക്കാർ കഴിക്കുമ്പോൾ ഒരു മട്ടൻ കഴിക്കണതിന്റെ ആ ഒരു സെയിം ഫീൽ കിട്ടും. അതെ, അങ്ങനെയാണ് ഇതിനകത്തൊരു എന്താ ഈ ബിരിയാണിയിൽ സ്പെഷ്യലൈസ് ചെയ്തത്. പിന്നെ ഉള്ളത് ഉച്ചക്ക് ഊണുണ്ടല്ലേ? ഊണുണ്ട്. അതിന്റെ സൈഡ് ഡിഷൊക്കെ എന്തൊക്കെയാണ്? സ്പെഷ്യൽ എന്തൊക്കെയാണ്? സ്പെഷ്യല് ഫിഷ് ഐറ്റംസ് ആയിക്കോളൂ. മറ്റേ കൂന്തല്, ചെമ്മീൻ, പിന്നെ അയില, ചാള, നോർമൽ ഫിഷ് ഐറ്റംസ് ആയിക്കോളൂ. നമ്മൾക്ക് ഉച്ചക്ക് ഊണ് മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ? ഊണും ബിരിയാണി ഇതാണ് നമ്മളുടെ മെയിൻ ഫുഡ് ഐറ്റംസ് അല്ലേ? പിന്നെ നമ്മള് ഇതിനകത്ത് വേറെ പാർസൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതെ, കാറ്ററിംഗ് ഉണ്ട്. നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. എത്ര ക്വാണ്ടിറ്റി വരെ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും? നമുക്കൊരു 500 പേർക്കുള്ള വരെ ചെയ്തു കൊടുക്കാം. അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെങ്ങനെ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് തടിയൻസിന്റെ ഒരു പ്രത്യേകത. കാരണം ഇവിടെ സ്റ്റാഫ്സ് കുറവാണ്, ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് എല്ലാവരും തന്നെ ചെയ്യണത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന അതായത് കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യണം അല്ലേ? ഇപ്പൊ തുടങ്ങിയിട്ടൊരു എത്ര വർഷമായി? ഇപ്പൊ ഒരു 7 മാസമായിട്ടുള്ളൂ. സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു അതല്ലേ? അതായത് ഓരോ ദിവസം തോറും നമ്മളൊരു കാരണം ബിസിനസ് റൺ ചെയ്തൊന്ന് സെറ്റ് ആയി വരാൻ തന്നെ 6 മാസം എടുക്കും. എനിക്ക് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ സെറ്റ് ആവാൻ വേണ്ടി പറ്റി. കാരണം അത്ര എടുത്തില്ല എനിക്ക്. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മളൊരു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഇത് വന്നില്ല. നിങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ഇപ്പൊ ഫാദറായിട്ടും അമ്മയായിട്ടും പിന്നെ ബ്രദേഴ്സായിട്ടും ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുടുംബത്ത് എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഇവിടെ അതേപോലെ തന്നെ. എത്രത്തോളമാണ് നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ? എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ? എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവരും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എല്ലാരും സാറ്റിസ്ഫൈഡ് ആക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ അതിനൊക്കെ ഓരോ ആൾക്കാരുടെ ഓരോ ടേസ്റ്റസ് ഉണ്ടല്ലോ, നമുക്കത് നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ല അല്ലേ? കാരണം കുറെ പേര് നല്ലത് പറയുന്നുണ്ട്, പിന്നെ ആരും ചീത്തയായിട്ട് പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം മൊത്തം പേര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അല്ല, നമ്മൾ എല്ലാവരും നമുക്ക് ഈ ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ അല്ലേ? ഇപ്പോ നമ്മള് തമ്മനം പൈപ്പ് ലൈൻ റോഡാണത് അല്ലേ? അതെ, തമ്മനം പൈപ്പ് ലൈൻ സംസ്കാരം. ഓക്കെ. അതുപോലെ തന്നെ ബിനിലേ, നമ്മളൊരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? എല്ലാം ടൈമിൽ ചെയ്ത് തരുന്നു. സാധനവും പിന്നത്തേക്ക് വെക്കാൻ വേണ്ടി പാടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സാധനം എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഫുഡിന്റെ ഇൻഡസ്ട്രിയിലും മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഫുഡിന് ക്വാളിറ്റി അല്ലേ? അതെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉച്ചക്കത്തെ ഊണിന്റെ ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? ഉച്ചക്കത്തെ ഊണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വാഴയിലാണ് മെയിൻലി ഊണ് വിളമ്പുന്നത്. പിന്നെ സദ്യ കഴിക്കുന്നതിന്റെ ആ ഒരു ഫീൽ ഉണ്ടാവും. അതെ. പിന്നെ ഈ ചോറ് ചോറ് ഇലയിൽ വരുമ്പോഴത്തേക്കും ടേസ്റ്റിന് വ്യത്യാസം. പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ പൊതിച്ചോറ് കൊണ്ടോണം, ആ ഇലയുടെ ടേസ്റ്റും ഇതും കൂടി അല്ലേ?
പിന്നെ അതിന്റെ ഒപ്പം വന്നത് 2 തരം പച്ചക്കറി ആയിരിക്കും. അത് ഡെയിലി മാറിക്കൊണ്ടിരിക്കും, വ്യത്യസ്തമായിരിക്കും. പിന്നെ അതിന്റെ ഒപ്പം ചമ്മന്തി, മറ്റേ മാങ്ങ ചമ്മന്തി ആവുമ്പോൾ കൊടുക്കണത്. പിന്നെ അച്ചാറ്, പിന്നെ മോരുചാറ്, സാമ്പാറ്, അങ്ങനത്തെ ഐറ്റംസ് ആണ് വന്നത് ഊണില്. പിന്നെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്? സ്പെഷ്യൽ അതിന്റെ ഒപ്പം കൂന്തൽ ഫ്രൈ ഉണ്ടാവും, പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാവും, പിന്നെ മറ്റേ അയില ഉണ്ടാവും, പിന്നെ മാച്ചാൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്, അത് കണവ. അതായത് നമ്മൾക്ക് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കിട്ടുന്ന അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ കരിമീൻ ഉണ്ടാവും അല്ലേ? അതെ. അപ്പോൾ ഈ സ്പെഷ്യൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയാണ് പർച്ചേസ് ചെയ്യണത്. മീനിന്റെ ഇതൊക്കെ ഡാഡിയാണ് രാവിലെ മാർക്കറ്റിൽ പോയിട്ട്. അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ പർച്ചേസ് ചെയ്യുന്നതും കുക്ക് ചെയ്യണതൊക്കെ നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും കൂടി തന്നെയാണ് അല്ലേ? അത് വളരെ ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു ഒരു ബിസിനസ്സിന് നമുക്ക് പല ഒരു ആളെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടം ന്യൂജൻ കാലഘട്ടമാണ് അല്ലേ? നിങ്ങളുടെയൊക്കെ കാലഘട്ടമാണ് അല്ലേ? നിങ്ങൾക്ക് അധികം പ്രായമൊന്നുമായിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഈ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നതിൽ വളരെ അല്ലേ? എന്തായിരുന്നു പഠിത്തം കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് അപ്പനിങ്ങനെ പറഞ്ഞു നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, വേറെ റെന്റ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ അല്ലേ ഇത് സംഭവം, ഇത് അങ്കിളിന്റെ സ്ഥലമാണ്. ഓക്കെ. നമ്മ അങ്കിളിന്റെ എടുത്തിട്ട് നടത്തണാണ്. കൂടുതൽ ലാഭം നോക്കിയിട്ടല്ല, നമ്മൾ കൊടുക്കുന്ന സാധനം ക്വാളിറ്റി ആയിരിക്കും. ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്തൃപ്തിയോടെ കഴിച്ചിട്ട് പോകുമ്പോൾ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ് അല്ലേ? അതിപ്പോ ബിനിലിന്റെ ഫേസിൽ നോക്കി തന്നെ അറിയാം. സന്തോഷം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറയാ, നമ്മളിപ്പോ 6 മാസം കൊണ്ട് ഇത്ര ഒരു സക്സസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുത്തിട്ടാണ് അല്ലേ? കാരണം നമ്മൾ റോഡിന് മാറിയിട്ടാണ് കട വന്നിരിക്കണത്. അപ്പോൾ മറ്റേതിനൊക്കെ ആൾക്കാർ നടന്നു പോകുമ്പോൾ കാണുന്ന ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഇതല്ലല്ലോ, ഇതിപ്പോ ഉള്ളിലേക്ക് കയറി വരണം. പക്ഷെ എന്നാലും നമ്മൾ ആളെ തേടി വരുന്നുണ്ടല്ലോ. ഇപ്പൊ അതുകൊണ്ട് തന്നെ തടിയൻസ് എന്താ പറഞ്ഞ റെസ്റ്റോറന്റിന് കൂടുതൽ ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഔട്ട്ലെറ്റ് അത് എന്താ പറയാ, നല്ലൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള പരിശ്രമത്തിലാണ്. ഇനി നമുക്ക് അനിയനെ കുക്ക് ചെയ്യാറുണ്ടോ? അല്ലെ ബ്രദർ കുക്ക് ചെയ്യും. ഓഹോ, എന്തൊക്കെയാണ് അനിയനാ ചേട്ടനോ? അനിയനാ. ഓക്കെ. അനിയൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അത് അനിയനോട് തന്നെ ചോദിക്കാം അല്ലേ? തടിയൻസിന്റെ മറ്റൊരു ഡയറക്ടറും കൂടിയാണ് അല്ലേ? എന്താ പേരെങ്ങനെ? ബിജില്. ബിനില്, ബിജില്. നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ? ഞങ്ങൾ 3 മക്കളാ. ഒരാള് മൂത്തണ്ട് ബിഫില്. എവിടെയാണ് പുള്ളി? എവിടെ? പുള്ളി IT കമ്പനി വർക്ക് ചെയ്യണേ. ആണോ? ഓക്കെ. എവിടെ? എറണാകുളത്ത് തന്നെയാണ്. കടവന്തറ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ്, അപ്പച്ചനും അമ്മച്ചിയും കൂടിയാണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനം അല്ലേ? എന്തോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമെന്ന് ബ്രദർ പറഞ്ഞിരുന്നു. സ്പെഷ്യലല്ല, ഞാൻ മെയിനായിട്ട് മീൽസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. മീൽസിൽ അങ്ങനെ കറികൾ ഉണ്ടാക്കണമെന്ന് അതല്ലേ? കറികളൊക്കെ ഉണ്ടാക്കുന്നത് സഹായിക്കും. എന്നാലും വേറൊരു കാര്യമുണ്ട്, നിങ്ങളൊരു കുടുംബപരമായിട്ട് നിങ്ങളിത് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഭയങ്കര ഒരു മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ മക്കള് പുതിയ ജോലികൾ തേടി പോകാറുണ്ട് അല്ലേ? നമ്മൾ അതല്ലേ കുറച്ചും കൂടി ഇത്രയും എഫേർട്ട് എടുക്കണ്ടല്ലോ അല്ലേ? പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പൊ ബ്രദറിന്റെ കൂടെ തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ? പഠിത്തം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തായിരുന്നു? ഞാൻ ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്, പിന്നെ നിർത്തി. പിന്നെ ചേട്ടൻ്റെ ഒപ്പം അതിലേക്ക് വേറെ ഒന്നല്ലേ, ഇവിടെ നമ്മള് മറ്റുള്ള പുറത്തുനിന്ന് നമ്മുടെ സ്ഥാപനം തന്നെയാണ്. അപ്പൊ നമ്മൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ തടിയൻസിന്റെ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഇതിലേക്ക് നമ്മൾ എന്താ പറയാ, ഒരു പഴയ ഒരു നൊസ്റ്റാൾജി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫർണിഷ് ചെയ്ത് അങ്ങനെ ഇത് ആയിട്ടല്ല, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജി കൂടി അല്ലേ? അത് അല്ല, വന്ന് കഴിക്കുന്നവർക്കൊരു ശരിക്കും പറഞ്ഞൊരു ഹാപ്പിനെസ് ഉണ്ടല്ലേ? ശരിയല്ലേ? തോന്നിയിട്ടുണ്ടോ അങ്ങനെ? പഴയ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ആംബിയൻസും പിന്നെ സർവീസും. അതെ.
അല്ല മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ആണല്ലോ ശരിക്കും അല്ലേ? വരുന്ന കസ്റ്റമർ എങ്ങനെയാണ് അവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യണം അതല്ലേ, ആ രീതിയിലാണ് അല്ലേ? അതെ അതെ, നമ്മുടെ ഫാമിലിയുള്ള ഒരാള് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഫുഡ് വന്ന് കഴിക്കണം അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ സെർവ് ചെയ്യണത് അല്ലേ? അപ്പോൾ വളരെയധികം സന്തോഷം. അപ്പോൾ ഇനിയും എന്താ പറയുക, ഈ ചെറുപ്രായത്തിൽ ഇനിയും പുതിയ എന്താ പറയുക വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി വിജയത്തിലേക്ക് വരാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.